മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ അലീന തൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്നേഹനികേതനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അലീനയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ കടന്നു വന്നവരിൽ ഗംഗാധര മേനോനും ഉണ്ടായിരുന്നു. ഗംഗാധര മേനോനും സ്റ്റാൻലിയും തമ്മിൽ 26 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയും ഇരുവരും സംസാരിക്കുകയും ചെയ്യുന്ന രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപായി ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് പോകാം. വൈജയന്തി കടന്നു ചെന്നപ്പോൾ ഗുരു ശങ്കര മഹാദേവ തീർത്ഥർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ബഹുമാന പുരസ്സരം എഴുന്നേറ്റു. വൈജയന്തി ഗുരുവിൻ്റെ നേർക്ക് കൈകൂപ്പി തൊഴുതു. ആശ്രമത്തിൻ്റെ പൊതുസമ്മേളന ഹാളിൽ അനേകം ചാരുബെഞ്ചുകളിലൊന്നിലിരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലിരിക്കുവാൻ ഗുരു ആംഗ്യം കാട്ടി. വൈജയന്തി ഇരിക്കുവാൻ മടിച്ചു. നിങ്ങളിരുന്ന ശേഷമേ ഞാൻ ഇരിക്കൂ, ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. വൈജയന്തി ചാരുബെഞ്ചിൻ്റെ അങ്ങേയറ്റത്ത് മടിച്ചിരുന്നു. ഇന്ന് തിരിച്ചു പോവുകയാണ് അല്ലേ? വളരെ നല്ലത്, അഭയാംബിക എന്നോട് പറഞ്ഞു. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ജീവിച്ചിരിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ എന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ എത്തേണ്ടയാളായിരുന്നു നിങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും വളരെ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥങ്ങളായിരിക്കില്ല എന്ന് മാത്രം. സ്വാമി, എനിക്ക് മാറി നിന്നുകൊണ്ട് എന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വന്നതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം. ഓർമ്മയിൽ കൂടി സഞ്ചരിച്ച് എൻ്റെ ഇതുവരെയുള്ള ജീവിതം ഞാൻ കണ്ടു. അത് ഞാൻ വിചാരിച്ചതിൻ്റെ 1000-1 പോലും വിലപിടിച്ചതല്ല എന്നെനിക്ക് മനസ്സിലായി. അത്രയും മതി. ഗർവും അധികാരവുമാണ് എല്ലാ തിന്മകളുടെയും മൂലാധാരം. അവിടെ നിന്നാണ് സ്നേഹശൂന്യതയും ദുഷ്ടതയും പൈശാചികതയും ഉത്ഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും സമ്പത്തും അധികാരവും ഗർവും കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന്. ഒരിക്കലുമല്ല. മനുഷ്യരെല്ലാം സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. ക്രമേണ അവൻ സമ്പത്തും അധികാരവും അതുവഴി ഗർവും എടുത്ത് ചുമലിൽ വെക്കുന്നു. അതോടെ അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വാസ്തവത്തിൽ അധികാരം. അത് അധികാരമാണെന്ന് മറ്റൊരാൾക്ക് തോന്നാനും പാടില്ല. സ്നേഹമാണെന്നേ തോന്നാവൂ. വൈജയന്തി മെല്ലെ തലയാട്ടി. ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു ആൾക്കാരെ അകറ്റി നിർത്തിയതും ദ്വേഷിച്ചതും കലഹിച്ചതും? അധികാരത്തിൻ്റെയും ഗർവിൻ്റെയും ചാട്ടവാർ കൊണ്ട് ആളുകളെ അടിച്ചു വേദനിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരമില്ല. അതേ വൈജയന്തിയായി ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ ബന്ധുമിത്രാദികളുടെയോ അടുത്തേക്ക് ചെല്ലുവാൻ സാധ്യമല്ല. അനേകായിരം കോടി ജനങ്ങൾ ഇങ്ങനെ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള അനേക അവസരങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയിട്ട് പോയവർ. പക്ഷേ ഭാഗ്യത്തിന് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള അവസരങ്ങൾ. അത് പാഴാക്കി കളയാതെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലാണ് മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത. ഗുരു ഒരു മാത്ര നിർത്തി. തുടർന്ന് വൈജയന്തിയെ നോക്കി സൗമ്യമായൊന്ന് പുഞ്ചിരിച്ചു. യാത്ര പറയാൻ വന്ന നിങ്ങളോട് ഞാൻ പ്രസംഗം പറയുകയാണ് അല്ലേ? ഉടനെ വൈജയന്തി ഭക്തി പുരസ്സരം പറയുകയാണ്. അല്ലല്ല, എനിക്കിത് കേൾക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. ഇതുതന്നെയാണ് നിങ്ങളെപ്പറ്റിയും കേൾക്കുവാനിടയാകേണ്ടത്. നിങ്ങൾ അടുത്തു ചെല്ലുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടണം. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുവാൻ ആൾക്കാർ താല്പര്യപ്പെടണം. നിങ്ങളെ കാണുകയും നിങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ സന്തുഷ്ടരാവണം. ഇതാണ് യഥാർത്ഥ സാമീപ്യം. ഇതിനുവേണ്ടി ത്യജിക്കേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. 1 അധികാരം, 2 ഗർവ്. ഗുരു പറഞ്ഞു നിർത്തി. വൈജയന്തി വീണ്ടും കേൾക്കുവാൻ വേണ്ടി താല്പര്യത്തോടെ കാതോർക്കുകയാണ്. സമാധാനമായി പോവുക. എന്ത് ചെയ്യണമെന്ന് ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. വൈജയന്തി മെല്ലെ എഴുന്നേറ്റു. ഗുരുവിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു. ഗുരു അപ്പോൾ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നന്മ വരട്ടെ. ഒരിക്കൽ കൂടി കൈകൂപ്പി നമസ്കരിച്ചു വൈജയന്തി ഗാർഗി മഠത്തിലേക്ക് മടങ്ങി. അവിടുത്തെ അന്തേവാസികളോടും സ്വാമിനി അഭയാംബികയോടും അവൾക്ക് യാത്ര പറയാനുണ്ടായിരുന്നു. പാപ്പുട്ടി എന്ന വൃദ്ധന് ഉച്ചയൂണിന് ശേഷം കഴിക്കേണ്ട ഗുളികകൾ എടുത്തു കൊടുക്കുകയായിരുന്നു അലീന. അതൊരു ഡോർമെട്രിയാണ്. വൃദ്ധന്മാരും വൃദ്ധകളുമടക്കം 9 പേരുണ്ട്. എല്ലാവരും രോഗികളാണ്. ഇവിടെ മെച്ചപ്പെട്ട ആഹാരവും ചികിത്സയും കിട്ടും എന്നറിഞ്ഞ് ചിലർ വരാറുണ്ട്. വീട്ടിൽ മക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വരവേ അത് പോരായെന്ന് തോന്നി ഇറങ്ങി പുറപ്പെടുന്നവരുമുണ്ട്. സ്നേഹനികേതനത്തിൽ വന്നാൽ കുറെ കൂടി നല്ല ആഹാരവും മരുന്നും കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തി മടങ്ങാം എന്നാണ് ഇവരിൽ പലരുടെയും കണക്കുകൂട്ടൽ. അങ്ങനെ വന്ന ഒരാളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു രേവതിക്കുട്ടി. എൻ്റെ പൊന്നപ്പച്ച, ഇത് സുഖചികിത്സയ്ക്കുള്ള സ്ഥലമല്ല. ഒരു നിവൃത്തിയുമില്ലാതെ, ആരും തുണയില്ലാതെ, തീർത്തും അനാഥരായവർക്കുള്ള സ്ഥലമാണ്. അപ്പച്ചന് മക്കളുണ്ടല്ലോ, വീടുണ്ടല്ലോ. ഓ, അതുള്ളതും ഇല്ലാത്തതുമെല്ലാം കണക്കാവുഞ്ഞേ. അവർ നേരാവണ്ണം നോക്കത്തൊന്നുമില്ല. എനിക്ക് പൈൽസാ, ഓപ്പറേഷൻ ചെയ്യാനാ ഡോക്ടർ പറഞ്ഞത്. ആര് കേൾക്കാനാ?
മക്കൾക്ക് കാറിൽ കയറി പോകണം, കുറെ ചിക്കനും ചപ്പാത്തിയും ചോറും മീനും തിന്നണം, സുഖിക്കണം, ഉറങ്ങണം. അപ്പച്ച എന്നാലും മക്കളുണ്ടല്ലോ, അവരോട് സ്നേഹമായിട്ട് അപ്പച്ചൻ പറ. ഓ, അവന്മാരുടെ പെണ്ണുങ്ങൾ പറയുന്നതേ കേൾക്കത്തുള്ളന്നേ. വയസ്സായി കുഴിയിലോട്ട് പോകാണ്ടിരിക്കുന്ന ഞാനിപ്പം ഓപ്പറേഷൻ നടത്തി കുറെ കാശ് കളയേണ്ട കാര്യമുണ്ടോന്നാ അവളുമാരുടെ ചോദ്യം. ഇന്നത്തെ കാലത്ത് ആമ്പിള്ളാർക്കൊന്നും ധൈര്യമില്ലെന്നേ അവനവൻ്റെ തന്തയും തള്ളയും വേണ്ടതുപോലെ നോക്കാൻ. അവളുമാർ കണ്ണുരുട്ടി പേടിപ്പിക്കും. അപ്പച്ചൻ എന്തായാലും പോയിട്ട് വാ. ഇവിടെ അപ്പച്ചനെക്കാട്ടിലും പാവങ്ങൾ ക്യൂ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് അവരെ നോക്കണ്ടയോ? ആ അനാഥാലയത്തിൽ ഇങ്ങനത്തെ കേസുകൾ ദിവസവും വരാറുണ്ട്. പിന്നെ ആശുപത്രി ചെലവിന് പണം ചോദിച്ചു വരുന്നവർ, കുട്ടികളെ പഠിപ്പിക്കുവാൻ ഫീസ് ചോദിച്ചെത്തുന്നവർ, പെൺകുട്ടികളെ വിവാഹം കഴിച്ചയപ്പിക്കുവാൻ സഹായം ആവശ്യപ്പെടുന്നവർ, അങ്ങനെ പലരും. 3 അനാഥ കുട്ടികളുണ്ട് ഇപ്പോൾ ഓർഫനേജിൽ. ഉദ്ഘാടനത്തിന് ശേഷം രേവതിക്കുട്ടിയും അവതക്കുട്ടിച്ചായനും തിരിച്ചു പോകാതെ അലീനയ്ക്ക് തുണയായി നിൽക്കുകയാണ്. ബബിത ഇതിനിടെ 2 തവണ വന്നുപോയി. സ്റ്റാൻലി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരാറുണ്ട്. ഒരു ദിവസം സ്റ്റാൻലി വെള്ള നിറമുള്ള ഒരു പുത്തൻ അർമദ ജീപ്പ് കൊണ്ടുവന്നു. അതിന്മേൽ സ്നേഹനികേതനം എന്ന് എഴുതിയിരുന്നു. അതിൻ്റെ കീ ചെയിൻ അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്റ്റാൻലി പറയുകയാണ്, കാറ് നീ തിരിച്ചു തന്നല്ലോ, ഇത് നിനക്ക് വേണ്ടിയല്ല, നിന്റെ പേരിലുമല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഒരു വാഹനം വേണ്ടേ? ഇതൊരു സ്ഥാപനമല്ലേ, മാത്രമല്ല മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉപയോഗിക്കാം. അപ്പോഴേക്കും അലീനയുടെ ഖണ്ഡമിടറി. അവൾ പറയുകയാണ്, കഷ്ടം, പപ്പ എന്തിനാ പിന്നെയും പൈസ ഇങ്ങനെ ചിലവാക്കിയത്? എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക്? ഇതൊക്കെ ആവശ്യമുള്ളപ്പോഴല്ലേ ഉപയോഗിക്കേണ്ടത്? അലീന ആ കീ ചെയിൻ വാങ്ങി കണ്ണിൽ ചേർത്തു. അതിലെ താക്കോൽ സ്റ്റാൻലിയുടെ ഷർട്ടിനു മീതെ ഉരസിക്കൊണ്ട് അയാളുടെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു പറയുകയാണ്, പപ്പ ഇപ്പോൾ 2 തവണ എന്നെ തോൽപ്പിച്ചു. ഒന്ന് സ്നേഹനികേതനം വാങ്ങി തന്നപ്പോൾ, പിന്നെ ഇപ്പോൾ. അവളുടെ മിഴികളിൽ നിന്നും ആനന്ദാശ്രുക്കൾ അടർന്നു. സ്റ്റാൻലി ഒരാഴ്ചത്തേക്ക് ബൈജുവിനെയും വിട്ടുകൊടുത്തു. അലീനയ്ക്ക് പുതിയ വാഹനവുമായി ഒരു കൈത്തടക്കം വരുന്നതുവരെ ബൈജു കഴക്കൂട്ടത്ത് തങ്ങി. ലോഡ്ജിലായിരുന്നു അവൻ്റെ താമസം. 3ാമത്തെ തവണ സ്റ്റാൻലി വന്നപ്പോൾ ടാനിയായും ടെൽസയും ഉണ്ടായിരുന്നു കൂടെ. ബബിതയെയും രേവതിക്കുട്ടിയെയും അവതക്കുട്ടിച്ചായനെയും ചുമതല ഏൽപ്പിച്ചിട്ട് അലീന ഒരു തവണ കുളത്തുപുഴയ്ക്ക് പോവുകയും ചെയ്തു. ആലംബമില്ലാത്ത വിധവകൾക്കും പഠിപ്പ് നിർത്തി വിവാഹം കഴിപ്പിക്കുവാൻ നിവർത്തിയില്ലാതെ നിർധനരുടെ വീടുകളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾക്കും വേണ്ടി ഒരു തൊഴിൽ പരിശീലന പുനരധിവാസ പദ്ധതി അലീന ലക്ഷ്യമിടുന്നുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ സ്നേഹനികേതനത്തിലെ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അവരിൽ 7 പേർ നിരാലംബരായ പെൺകുട്ടികളടക്കമുള്ള സ്ത്രീകളാണ്. മരുന്ന് കൊടുക്കുവാനുള്ളവർക്ക് മരുന്നുകൾ നൽകിയ ശേഷം അലീന രേവതിക്കുട്ടിയെ വിളിച്ച് ഊണ് കഴിക്കാനിരുന്നു. അവതക്കുട്ടിച്ചായന് മരുന്നുള്ളത് കൊണ്ട് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണമായിരുന്നു. അലീന ചോറിലേക്ക് കൈവച്ചതേയുള്ളൂ. അപ്പോഴാണ് ബബിതയുടെ ഫോൺ കോൾ എത്തിയത്. അലീന ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ തിരുകി. മോളു, നീ ഊണ് കഴിച്ചോടി? അലീന ചേച്ചി, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ബബിതയുടെ അത്യാഹ്ലാദം നിറഞ്ഞ ശബ്ദം കേട്ടുകൊണ്ട് അലീന അങ്ങോട്ട് ചോദിക്കുകയാണ്, സംഭവിച്ചു കഴിഞ്ഞോ അതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളോ? ചേച്ചി, ഞാൻ തമാശ പറയാൻ വേണ്ടി വിളിച്ചതല്ല, അമ്മ തിരിച്ചു വന്നു. അലീന ഇരുന്നിടത്ത് ഒന്നും പെട്ടെന്ന് എഴുന്നേറ്റു. സത്യമാണോ മോളെ നീ പറയുന്നത്? സത്യം. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അലീന ചേച്ചിയുടെ കാര്യം പറയണോ? വേണ്ട, നീ ഇടയ്ക്ക് കയറേണ്ട, ആദ്യം മുതലേ പറ. അലീന ഉദ്യോഗഭരിതയായി. ചേച്ചി, ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴൊരു കോളിംഗ് ബെല്ല്. ഞാൻ ചെന്ന് ജനൽ കൂടി നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ തിരിച്ചു പോകുന്നു. സിറ്റ് ഔട്ടിൽ അമ്മ ടീപ്പോയിൽ നിന്ന് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് മറച്ചു നോക്കുകയാണ്. ഞാനാണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ വാതിൽ തുറന്നപ്പം അമ്മ ചോദിച്ചു, വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് എന്നാണെന്ന്. ഞാൻ പറഞ്ഞു, കുറേ നാളായെന്ന്. എന്നിട്ട് നീ എന്താ നിർത്തുന്നേ? എനിക്ക് ശ്വാസം എടുക്കണ്ടയോ? എന്നിട്ടെന്താ? ഒന്നുമില്ല. ആരെ പറ്റിയോ അമ്മ ഒരക്ഷരം പോലും ചോദിച്ചില്ല. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോറ് വിളമ്പിക്കൊടുത്തു. അമ്മ അങ്ങ് തണുത്തു പോയതുപോലെ എനിക്ക് തോന്നി. ചോറും കറിയുമൊക്കെ നന്നായിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അമ്മ ആകെപ്പാടെ മാറിപ്പോയി ചേച്ചി, സ്വരം പോലും മാറിപ്പോയി. അമ്മ പണ്ടത്തേക്കാൾ ചെറുതായി. ഒക്കെ നിനക്ക് തോന്നിയതായിരിക്കും. അമ്മ വേറെ ഒന്നും സംസാരിച്ചില്ലേ മോളൂ? ഊണ് കഴിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് അമ്മ വന്നു. നീ വീട് നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ തോളത്ത് പിടിച്ച് മുഖത്തോട്ട് നോക്കി കുറച്ച് സമയം നിന്നു. അമ്മയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കപ്പോൾ കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന്. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ പോയി കിടന്നു. അലീന ഫോണും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് മിണ്ടാതിരുന്നു. അവളുടെ മുഖത്തെ ഭാവം ദുഃഖമോ നൈരാശ്യമോ എന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായില്ല. ബബിതയുടെ വിളി വീണ്ടും വരികയാണ്. അലീന ചേച്ചി. ആ, പറഞ്ഞു മോളൂ. അമ്മ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെ അല്ല അലീന ചേച്ചി, വേറൊരു വീട്ടിൽ നിന്ന് ഗസ്റ്റായിട്ട് വന്നതുപോലെ, എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതുപോലെ. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. എനിക്കങ്ങനെ തോന്നി. അമ്മയുടെ മട്ടും മാതിരിയും ഒക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്.
നീ സമാധാനമായിരിക്കും മോളെ. അമ്മ എന്തായാലും വീട്ടിലുണ്ടല്ലോ. അലീന ചേച്ചി ഇങ്ങോട്ട് വരുമോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോളൂ. അല്ലെങ്കിലും അവിടെ വെച്ചൊരു കൂടിക്കാഴ്ച വേണ്ട. അച്ഛൻ്റെ മനസ്സുകൂടി നമ്മൾ കാണണ്ടേ? അമ്മയും അലീന ചേച്ചിയും തമ്മിൽ ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എത്രയോ തവണ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലല്ലോ മോളെ ഇനി. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പപ്പയോട് കൂടി ചോദിക്കട്ടെ. നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് ഒട്ടും പോരായ്മ തോന്നരുത്. ആ, ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ. അമ്മ വന്നു എന്ന് അച്ഛൻ അറിഞ്ഞോ മോളെ? ഇല്ല, ഞാൻ ചേച്ചിയെയാണ് ആദ്യം വിളിച്ചത്. അച്ഛനെ വിളിച്ച് നീ പറയണം. അച്ഛന് മാനസികമായിട്ട് തയ്യാറെടുക്കണ്ടേ? കൊല്ലപ്പള്ളിയിലും വിളിച്ചു പറയണം. ആ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം ചേച്ചി. ശരി, വെക്കട്ടെടാ. അലീന കാതിൽ നിന്നും ഇയർഫോൺ എടുത്ത് മാറ്റി. എന്നിട്ട് രേവതിക്കുട്ടിയെ നോക്കിയിരുന്നു. രേവതിക്കുട്ടി അവളെയും. ചേച്ചി എന്തായാലും ചോറുണ്ണ്. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അലീനയ്ക്ക് പക്ഷേ ചോറ് ഇറങ്ങുമായിരുന്നില്ല. മൊബൈൽ ഫോൺ റിങ് ചെയ്തപ്പോൾ ബബിതയാണ് വിളിക്കുന്നത് എന്ന് കണ്ട് ബാലചന്ദ്രമേനോൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ മോളെ? അച്ഛാ, ഒരു 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 കാര്യം പറയാനുണ്ട്. അമ്മ വന്നിട്ടുണ്ട് അച്ഛാ. ബാലചന്ദ്രമേനോൻ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഒന്നുകൂടി മുറുകെ പിടിച്ചു. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അച്ഛാ, എപ്പോ വന്നു? 2 മണി കഴിഞ്ഞു. വീണ്ടും ഒരു നിശബ്ദത. അച്ഛൻ വരാതിരിക്കല്ലേ? ഫോൺ വെക്കട്ടെ. ശരി. ബാലചന്ദ്രമേനോൻ കസേരയിലേക്ക് ചാരി നെറ്റിക്ക് മീതെ കൈയമർത്തി. ശിവശങ്കരമേനോൻ 3 തവണ ശ്രമിച്ചിട്ടാണ് ഗംഗാധരമേനോന്റെ ഫോണിലേക്ക് കണക്ഷൻ കിട്ടിയത്. ഹലോ ഗംഗേട്ടാ. ആ, നീ പറഞ്ഞോ ശിവ. ജയന്തി തിരിച്ചെത്തി ഗംഗേട്ടാ. എവിടെ? എപ്പോൾ? ഇന്ന് ഉച്ചയ്ക്ക്. ഇപ്പോൾ കടപ്പാട്ടൂരുണ്ട്. ബബിതയാ എന്നെ വിളിച്ചു പറഞ്ഞത്. ശ്രീകുമാറിൻ്റെ അടുത്തൊന്ന് കാർ എടുത്തിട്ടില്ല, ബസ്സിലാണ് വന്നതെന്ന് പറഞ്ഞു. വന്നിട്ട്? ബബിത മാത്രമല്ലേ ഉള്ളൂ അവിടെ. ഊണ് കഴിച്ചിട്ട് അവൾ കിടന്നു. ജയന്തി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും സംസാരിച്ചില്ല. അതാ ഒരു പിടിയും കിട്ടാത്തത്. അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വല്ലതും. ഗംഗേട്ടൻ നാളെ ഇവിടേക്കൊന്ന് വരുമോ? എടാ, ഞാൻ എന്തിനാ വരുന്നത്? അവൾ പോയി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചെന്നിട്ട് അവളെ കാണണോ ഗംഗേട്ട? തൽക്കാലം നീ അങ്ങോട്ട് പോകണ്ട. അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവൾ വീട്ടിലുള്ളപ്പോൾ ബാലചന്ദ്രൻ ഇനി ഹോട്ടലിൽ മുറിയെടുക്കുമോ എന്നാണ് എൻ്റെ സംശയം. ഏതായാലും ഇന്നൊരു ദിവസം നമ്മൾ ഒന്നിലും ഇടപെടണ്ട. ശരി ഗംഗേട്ട. ഓക്കെ, നീ നാളെ വിളിക്ക്. ലൈൻ ഡിസ്കണക്റ്റ് ആയി. ശിവശങ്കരമേനോൻ ഫോൺ താഴെ വെച്ച് ചിന്താധീനനായിരുന്നു. വാതിക്കൽ ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ജനാലവിരി മാറ്റി നോക്കിയ കമല വൈജയന്തി ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് അസ്തപ്രജ്ഞയായി നിന്നുപോയി. വൈജയന്തി കടപ്പാട്ടൂരിൽ വന്നിട്ടുണ്ടെന്ന് ശിവശങ്കരമേനോൻ അറിയിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കമല ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി. ശിവേട്ടാ, ജയന്തി വന്നിരിക്കുന്നു. ശിവശങ്കരമേനോന് പെട്ടെന്നത് കേട്ടപ്പോൾ പരിഭ്രമമാണ് തോന്നിയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ വീട്ടിൽ ബാലചന്ദ്രമേനോൻ വിളിച്ചുകൂട്ടിയ കുടുംബയോഗത്തെക്കുറിച്ച് അയാൾ ഓർത്തു. അന്ന് ബാലചന്ദ്രമേനോൻ വെട്ടിത്തുറന്നു പറഞ്ഞ ചില സത്യങ്ങളെപ്പറ്റിയും. അന്ന് ഈ വീട് വിട്ടിറങ്ങിപ്പോയവളാണ്, ആരോടും ഒരു വാക്കുപോലും പറയാതെ. ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് തൻ്റെ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കുമോ എന്നതായിരുന്നു ശിവശങ്കരമേനോൻ്റെ പേടി. തനിക്ക് ഉത്തരം പറയാനാകാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഗംഗേട്ടനും കൂടി വേണ്ടതായിരുന്നു എന്ന് ശിവശങ്കരമേനോന് തോന്നി. അയാൾ കമലയോട് പറയുകയാണ്, നീ ചെന്ന് അവളോട് സംസാരിക്ക്, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഡോർബെൽ അടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു വൈജയന്തി. മണിയൊച്ച ഒറ്റത്തവണയെ കേട്ടുള്ളൂ. വാതിൽ തുറക്കുവാൻ അല്പം താമസിച്ചാൽ ശുണ്ടിയെടുത്ത് തുരുതുരാ ബെല്ലടിക്കുന്ന സ്വഭാവമാണ് ജയന്തിയുടേതെന്ന് കമലയ്ക്കറിയാം. എന്നിട്ട് തട്ടിക്കയറുകയും ചെയ്യും. ഒരാൾ വീട്ടിൽ വന്നാൽ എത്ര നേരം കാത്തു നിൽക്കണം വാതിൽ തുറന്നു കിട്ടാൻ? നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ. കമല വന്ന് വാതിൽ തുറന്നു. ശാന്തമായൊരു മന്ദഹാസത്തോടെ വൈജയന്തി നിൽക്കുകയാണ്. നീ എവിടെ പോയിരുന്നു ജയന്തി? നിന്നെപ്പറ്റി ഒരു അറിവുമില്ലാതെ ഇവിടെയുള്ളവർ എന്തുമാത്രം വിഷമിച്ചു. നിന്നെ ഒന്ന് കാണാൻ ശിവേട്ടനും ഗംഗേട്ടനും ഒക്കെ എത്ര തവണ തിരുവനന്തപുരത്ത് വന്നു. ആരോട് നീ ഒരു വാക്കുപോലും പറയാതെ? ശിവേട്ടനില്ല ഇവിടെ. കമലയപ്പോൾ വെറുതെ അങ്ങിങ്ങി നോക്കിക്കൊണ്ട് പറയുക, ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. നീ കടപ്പാട്ടൂർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കിടക്കപ്പുറതിയുണ്ടോ? നീ അങ്ങോട്ട് ഇരിക്കുക ജയന്തി. ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. വൈജയന്തി നേരെ സൗദാമിനിയമ്മയുടെ മുറിയിലേക്ക് പോയി. ആരോ വരുന്ന കാലൊച്ച കേട്ട് കാതോർത്ത് വാതിലിന് നേർക്ക് മുഖം തിരിച്ചു നോക്കുകയായിരുന്നു സൗദാമിനിയമ്മ. അത് വൈജയന്തി ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി. മുൻപും വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് വരാറുള്ള മിക്ക ദിവസങ്ങളിലും സൗദാമിനിയമ്മയ്ക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടാകുമായിരുന്നു. ഇന്ന് തൻ്റെ മകൾ വന്നേക്കും എന്ന് വിചാരിക്കുമ്പോഴേക്കും ഉമ്മറത്ത് അവളുടെ ശബ്ദം കേൾക്കാം. ആൺമക്കളിൽ ഗംഗാധരനെക്കുറിച്ചും ഇങ്ങനെ വിചിത്രമായ ചില തോന്നലുകൾ ശരിയായി വന്നിട്ടുണ്ട് എന്ന് സൗദാമിനിയമ്മ ഓർമ്മിച്ചു. അതേസമയം ശിവശങ്കരൻ വീട്ടിൽ വന്ന് കയറി അവൻ്റെ ശബ്ദം കേട്ടാൽ പോലും സംശയം ബാക്കി നിൽക്കും. മുറിയിൽ വെളിച്ചം കുറവായതിനാൽ വന്നു കയറി ഉടൻ തന്നെ വൈജയന്തി ലൈറ്റിട്ടു. അമ്മ കട്ടിലിൽ തലയണകൾക്ക് മീതെ ശിരസുയർത്തി വെച്ച് കിടക്കുന്നത് അവൾ കണ്ടു.
കട്ടിലിനരികെ ചെന്ന് നിന്ന് ആപാത ചൂടം അമ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് മെല്ലെ കട്ടിലിലേക്കിരുന്നു. വൈജയന്തിയെ ഓർമ്മിച്ചപ്പോൾ തന്നെ അവൾ മുൻപിൽ വന്ന് നിൽക്കുന്നത് കണ്ടതിനാൽ സൗദാമിനിയമ്മ പകച്ചുപോയി. അവർ മകളുടെ മുഖത്തേക്ക് നോക്കി. മകൾ സന്യാസിനിയോ മറ്റോ ആയിത്തീർന്നിരിക്കുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. വൈജയന്തി അമ്മയെ നോക്കി മന്ദസ്മിതം തൂകി. അമ്മ നന്നായിരിക്കുന്നല്ലോ, അവർ ശാന്തസ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് ജയന്തിയുടെ വായിൽ നിന്നും സൗദാമിനിയമ്മ കേട്ടിട്ടുണ്ടായിരുന്നിട്ടേ ഇല്ല. കൊല്ലപ്പള്ളിയിൽ എപ്പോൾ വന്നാലും അമ്മയുടെ ഒരു കോലം കണ്ടാൽ മതിയല്ലോ, അമ്മയ്ക്ക് ആരും തിന്നാനും കുടിക്കാനും ഒന്നും തരുന്നില്ലേ, ഇങ്ങനെയൊക്കെയാണ് വൈജയന്തി പറയാറ്. ആ ശബ്ദം അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ കമലയുടെ ചെവിയിൽ എത്തുകയും ചെയ്യും. അമ്മ എഴുന്നേൽക്കുവാൻ ബന്ധപ്പെടുന്നത് കണ്ട് ജയന്തി താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. മച്ചിലക്കുളത്തിൽ നിന്നും തൂക്കിയിട്ടിരുന്ന അറ്റത്ത് കെട്ടുള്ള കയറിൽ പിടിച്ചുകൊണ്ട് സൗദാമിനിയമ്മ മകളെ നോക്കി. മകൾക്ക് അമ്മയോടുള്ളതിനേക്കാൾ അലിവ് അമ്മയ്ക്ക് മകളോടായിരുന്നു. അവർ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് വിറകൊള്ളുന്ന കരങ്ങളാൽ മകളെ ആശ്ലേഷിച്ചു. അഗ്നിപരീക്ഷകളും ദുഃഖസമുദ്രങ്ങളും താണ്ടിയാണ് തൻ്റെ മകൾ വന്നിരിക്കുന്നത് എന്ന ഓർമ്മയിൽ സൗദാമിനിയമ്മയുടെ ഹൃദയം വേദനാഭരിതമായി. വൈജയന്തി അമ്മയെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ പുറത്ത് മൃദുവായി തട്ടിക്കൊണ്ടിരുന്നു. സങ്കടം തെല്ലം ഒതുങ്ങിയപ്പോൾ സൗദാമിനിയമ്മ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു, നീ അവളെ കണ്ടോ മോളെ? ആരെയാണെന്നൊന്നും വൈജയന്തി ചോദിച്ചില്ല. ഇല്ല എന്നു മാത്രം ഉത്തരം പറഞ്ഞു. കാണണ്ടേ? അമ്മയെ ആശ്ലേഷിച്ചിരുന്ന കൈകൾ ഒന്നുകൂടി മുറുകി. അർദ്ധഗർഭമായ മൗനത്തിൻ്റെ മുഴക്കം നിമിഷങ്ങളെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു. വൈജയന്തിയുടെ തോളിൽ നിന്നും മുഖമെടുത്തിട്ട് സൗദാമിനിയമ്മ അവളെ തന്നെ ഉറ്റുനോക്കി. ബാലനെ നീ കണ്ടായിരുന്നോ? ഇല്ല, ബബിത മാത്രമേ ഉള്ളൂ വീട്ടിൽ. നീ വന്നത് അവൻ അറിഞ്ഞോ? ബബിത വിളിച്ചു പറഞ്ഞു. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയാവോ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. സൗദാമിനിയമ്മയ്ക്ക് ഇതുവരെ മകൾ തിരിച്ചു വന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനേക്കാൾ വലിയ ആശങ്കയായി മനസ്സിൽ. ബാലചന്ദ്രൻ്റെ നിലപാടെന്തായിരിക്കും? സ്വന്തം ഭാര്യയും അവളുടെ സ്വന്തക്കാരും ചേർന്ന് കാട്ടിയ കൊടിയ വഞ്ചന തിരിച്ചറിഞ്ഞവനാണവൻ. ഇതേ കൊല്ലപ്പള്ളി വീട്ടിൽ കുടുംബയോഗം വിളിച്ചുകൂട്ടി ആ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞവനാണവൻ. അവൻ ഇനിയെല്ലാം ക്ഷമിച്ച് സകലതും മറന്ന് ഈ ഭാര്യയെ സ്വീകരിക്കുവാൻ കഴിയുമോ? കടപ്പാട്ടൂരെ വീട്ടിൽ തൻ്റെ മകളുടെ ഭാവി അതിനി എന്തായിത്തീരും? അവൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുമോ? അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഹോട്ടൽ മുറിയിലേക്ക് വീണ്ടും താമസം മാറ്റുമോ? നാനാതരം ചോദ്യങ്ങളും സംശയങ്ങളും അലമാലകൾ പോലെ സൗദാമിനിയമ്മയുടെ ആശങ്കകളിലേക്ക് ഇരമ്പിക്കയറി. എല്ലാം മനസ്സിലാക്കിയിട്ടെന്നവണ്ണം വൈജയന്തി പറയുകയാണ്, അമ്മ വിഷമിക്കണ്ട. അവൾ സൗദാമിനിയമ്മയുടെ ശിരസിൽ മെല്ലെ തലോടി. സൗദാമിനിയമ്മയ്ക്ക് അലീനയെപ്പറ്റി പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഒന്നും പറയാതിരിക്കുന്നത് വളരെയധികം പറയുന്നതിനേക്കാൾ അർത്ഥവത്താണെന്ന് അവർക്ക് തോന്നി. തനിക്കറിയാവുന്നതിനേക്കാൾ എത്രയോ കൂടുതലായി ഇപ്പോൾ തൻ്റെ മകൾക്കറിയാമായിരിക്കും. ഭയാശങ്കകളൊന്നുമില്ല വൈജയന്തിയുടെ മുഖത്ത്. എല്ലാ തടസ്സങ്ങളെയും കടന്നു പോകുവാൻ അവൾക്ക് കഴിയുമെന്ന് തോന്നുന്ന ഒരു ഭാവം സൗദാമിനിയമ്മ കണ്ടു. വൈജയന്തിയുടെ കണ്ണിൽ സദാ കത്തി നിന്ന കലാപത്തിൻ്റെ അഗ്നി ഇപ്പോൾ കാണുവാനില്ല. പകരം ഒരു തണുത്ത ശാന്തത. അമ്മ സങ്കടപ്പെടരുത്, സമാധാനമായിട്ടിരിക്കണം, വൈജയന്തി മെല്ലെ പറയുകയാണ്. വൈജയന്തിയെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിൽ തയ്യാറെടുക്കുകയായിരുന്നു ശിവശങ്കരമേനോൻ. അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ പ്രശ്നമില്ല. അയാൾ വല്ലാതെ അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്തിന് എന്നോട് അങ്ങനെ ഒരു ചതി ചെയ്തു എന്നവൾ ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. സ്റ്റാൻലിയുടെ വിവാഹം നിശ്ചയിച്ചു എന്ന് കള്ളം പറഞ്ഞ് എന്തിനൊരു തട്ടിപ്പ് നടത്തി? ഞാൻ നൊന്തു പ്രസവിച്ച കുഞ്ഞു മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കാലം എന്തിനെന്നോട് ഈ ക്രൂരത കാട്ടി? ഇനിയുമുണ്ട് ചോദ്യങ്ങൾ പലതും അവൾക്ക്. എണ്ണമറ്റ ചോദ്യങ്ങളാണ്. ശിവശങ്കരമേനോന്റെ നെറ്റി വിയർത്തു. കമല ഊണുമുറിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുറിയിൽ നിന്നും വൈജയന്തി അങ്ങോട്ടാണ് വന്നത്. നിനക്ക് ചായ വേണ്ട ജയന്തി? ഞാൻ ചായ എടുത്തിട്ടുണ്ട്. കമല അത് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി. വൈജയന്തി പിറകെ ചെന്ന് അവിടെ കിടന്ന ഒരു സ്റ്റൂളിന്മേലിരുന്നു. കമല എടുത്തു വെച്ചിരുന്ന ചായ ഒരു കപ്പിലൊഴിച്ച് വൈജയന്തിക്ക് കൊടുത്തു. വൈജയന്തി നന്ദി പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കുടിച്ചു. കമലയ്ക്ക് അത്ഭുതമായിരുന്നു. എപ്പോ കൊല്ലപ്പള്ളിക്ക് വന്നാലും വൈജയന്തി അടുക്കളയിൽ കയറി തപ്പിത്തിരഞ്ഞു നടക്കും. സകല ടിന്നുകളും തുറന്നു നോക്കും. ഫ്രിഡ്ജും കൂടി തുറന്നു നോക്കിയേ അടങ്ങൂ. അത് അവളുടെ അവകാശമെന്ന മട്ടിലായിരുന്നു. ഒരിക്കൽ കമല അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ മുഖത്തടിച്ചതുപോലെ വൈജയന്തി പറഞ്ഞു, ഇതെൻ്റെ തറവാടാണ്. ഭാഗം വാങ്ങി പിരിഞ്ഞുപോയിട്ടൊന്നുമില്ല. ഈ തറവാടിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. കമലയിടത്തിയെപ്പോലെ ഒരു ദിവസം വന്നു കയറിയവളല്ല ഞാൻ. ഈ തറവാട്ടിൽ ജനിച്ചു വളർന്നവളാ. വൈജയന്തി ചായ കുടിച്ചുകൊണ്ടിരിക്കെ ശിവശങ്കരമേനോൻ അങ്ങോട്ട് വന്നു. വൈജയന്തി മെല്ലെ എഴുന്നേറ്റു. നീ വന്നു എന്ന് കമല എന്നോട് പറഞ്ഞു. ആ, ഇപ്പോൾ വന്നതേ ഉള്ളൂ ശിവേട്ടാ. ഞാൻ അമ്മയെ കണ്ടു. വൈജയന്തിയുടെ ശബ്ദം കേട്ടപ്പോൾ ശിവശങ്കരമേനോന് സമാധാനമായി. അതിൽ കലഹധ്വനികളൊന്നുമില്ല. നിനക്ക് സുഖമായിരുന്നല്ലോ അല്ലേ? ഞങ്ങൾ പലവട്ടം തിരുവനന്തപുരത്ത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ. എനിക്കറിയാം ശിവേട്ടാ. നീ കടപ്പാട്ടൂർ ചെന്നിട്ട്? ശിവശങ്കരമേനോൻ അർത്ഥോക്തിയിലൊന്ന് നിർത്തി. ഊണ് കഴിച്ചു, കിടന്നൽപ്പം മയങ്ങി,
പിന്നെ ഇങ്ങോട്ട് പോന്നു. ശ്രീകുമാറിൻ്റെ അടുത്തുനിന്ന് നീ കാർ എടുത്തില്ലേ? അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. അവരെ ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചു. ഇവിടെ വാടക വീട്ടിൽ നിന്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പില്ലേ, അതൊക്കെ എടുത്തോ? എടുക്കണം. ചായ കുടിച്ച ശേഷം വൈജയന്തി ചായക്കപ്പ് ഗ്രാനൈറ്റ് സ്ലാബിൻ്റെ മേൽ വെച്ചു. കമല അവൾക്ക് വേണ്ടി പ്ലേറ്റിലെടുത്തു വെച്ച ഉപ്പേരിയും ശർക്കര വരട്ടിയും അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ശിവശങ്കര മേനോൻ വീണ്ടും ചോദിക്കുകയാണ്, ജയന്തി, നീ VRS എടുക്കുകയാണെന്നറിഞ്ഞു. ഇനി ജോലി വേണ്ടെന്നാണോ? അവളുടെ മറുപടിക്ക് വേണ്ടി അല്പനേരം അയാൾ കാത്തുനിന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇനിയുമുണ്ട് 8 വർഷം. എന്നാലും ജീവിതം പിന്നെയും ബാക്കി കിടക്കുകയാണ്. നീ ബുദ്ധിമോശം കാണിക്കരുത്. UGC സ്കെയിൽ അനുസരിച്ച് ഇപ്പം തന്നെ ഇല്ലേ നിനക്ക് 50,000-നടുത്ത് ശമ്പളം? സർവീസിൽ നിന്ന് പിരിയുമ്പോഴേക്കും അത് 1 ലക്ഷം കവിയും. മറുപടി ഒന്നുമില്ല. ശിവശങ്കര മേനോൻ വീണ്ടും ചോദിക്കുകയാണ്, ജയന്തി, നിനക്ക് ജീവിക്കണ്ടേ? ബാലചന്ദ്രന്റെ നിലപാട് നമുക്കറിയില്ലല്ലോ. മക്കളാരും ഒരിടത്തും എത്തിയിട്ടുമില്ല. വൈജയന്തി എന്തോ ഓർത്തു നിൽക്കുന്നത് പോലെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. പിന്നെ ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ പൊയ്ക്കോട്ടെ ശിവേട്ട? എല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി, അതിനുവേണ്ടി വന്നതാണ്. അവൾ ഊണുമുറിയിലേക്ക് മെല്ലെ നീങ്ങി. ശിവശങ്കര മേനോൻ കുറ്റബോധത്തോടെ അവളെ പിൻചെന്നു. തുടർന്ന് അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ക്ഷമാപണത്തിൽ വിളിക്കുകയാണ്, ജയന്തി, നിന്നെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചല്ല. അന്ന് ഞാനും അച്ഛനും ഗംഗേട്ടനും രാവണ്യമ്മാവനും എല്ലാം ചേർന്ന് അങ്ങനെ. സാരമില്ല ശിവേട്ട, എനിക്ക് ആരോടും ഒരു വിരോധമില്ല. എൻ്റെ വിധി അങ്ങനെയായിപ്പോയി. എന്താ ചെയ്യുക? എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മാത്രം ആരെയും സ്നേഹിച്ചിട്ടില്ല. എല്ലാവരെയും വിഷമിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് പറയുമ്പോഴേക്കും വൈജയന്തിയുടെ കണ്ഠമിടറി. അവർ പറയുകയാണ്, എൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കുക. ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയല്ലാതെ എനിക്കിനി എന്താ ചെയ്യാൻ കഴിയുക? കമലയിടത്തെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിച്ചേക്കണം. അത് കേട്ടപ്പോൾ കമലയ്ക്ക് പോലും വല്ലായ്മ തോന്നി. വൈജയന്തി പോകാൻ ഇറങ്ങിയപ്പോൾ ശിവശങ്കര മേനോൻ അവളെ കടപ്പാട്ടൂരിൽ കൊണ്ടുവിടാൻ തയ്യാറായി. വേണ്ട ശിവേട്ട, ഞാൻ പോയിക്കൊള്ളാം. വൈജയന്തി മെല്ലെ ഇറങ്ങി നടന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.